ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഖിൽ സുരേഷ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് ഒക്കെ പഠിച്ചിരുന്നു. അതിൽ കുറച്ച് ബാക്കി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കാം അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ പ്ലസ് 79 സ്ക്വയർ ഇസ് ഈക്വൽ ടു 172 സ്ക്വയർ മൈനസ് 88 സ്ക്വയർ മൈനസ് 8203. 5 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ്റെ പ്രത്യേകത നോക്കിയേ, ഒരു 83, 85, 87, 86, 89 നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ ആൻസർ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ആൻസർ അത്രയും അടുത്തടുത്ത ഓപ്ഷൻസ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കുക. പിന്നെ രണ്ടാമതൊരു കാര്യം, നമുക്കിവിടെ ചെയ്യാനുള്ള 3 ഡിജിറ്റ് സ്ക്വയർ, ഒരു 2 ഡിജിറ്റ് സ്ക്വയർ, ഒരു 4 ഡിജിറ്റ്, ഇവിടെ ഒരു 2 ഡിജിറ്റ് 79 സ്ക്വയർ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ. അങ്ങനെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിക്കുന്ന വിധം ഇച്ചിരി ടഫ് പോലെ തോന്നിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് ഞാൻ ചെയ്ത് തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം, ഫ്രാക്ഷൻ സെക്കൻഡിൽ മനസ്സിൽ ചെയ്യാം. ആ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ വേഗം. ഇതിൽ നോക്കിയാൽ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനേക്കാൾ മുമ്പ് നമ്മൾ അതിൻ്റെ ഓപ്ഷൻ നോക്കണം. ഓപ്ഷൻ ഇവിടെ നോക്കുന്നു, 86, ലാസ്റ്റ് ഡിജിറ്റ് 6, 9, 7, 3, 5. ഇതിൻ്റെ എല്ലാ ഓപ്ഷൻ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, നമ്മുടെ ബാങ്ക് എക്സാമിന് ഒരിക്കലും ഇങ്ങനെ ഓപ്ഷൻ തരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും, എല്ലാ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഓപ്ഷൻ ഇതുപോലെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തരത്തില്ല. അവിടെ ചിലപ്പോൾ 86, 96, 106 അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു മെത്തേഡ് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ഇനി ഇൻ കേസ് അതൊക്കെ സെയിം ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡുണ്ട്. ഉറപ്പായിട്ടും ഈ തരുന്ന അതേ ക്വസ്റ്റ്യൻ ഞാൻ ആ മെത്തേഡ്, അതായത് സെയിം ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിലും എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരും. കാരണം മിക്കവാറും ഉള്ളവർക്കൊക്കെ അങ്ങനെ ഒരു സംശയം വരാം. അതായത് ലാസ്റ്റ് ഡേറ്റ് ഇത് കണക്ക് സെയിം ആയിരുന്നെങ്കിലോ, ഒരു 86 ഉണ്ട്, ഒരു 96 ഉണ്ട്, അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിലോ എന്ന ഡൗട്ട് ഉള്ളതുകൊണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ആ മെത്തേഡിൽ, വേറൊരു മെത്തേഡിൽ ഞാൻ ചെയ്തു തരും. തക്കാലം നമുക്കിത് ലാസ്റ്റ് ഡേറ്റ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് 1-2 ദിവസം നമുക്ക് അങ്ങനെ പോകാം. നിങ്ങൾക്കൊന്ന് ബൈ ഹാർട്ടായി സെറ്റായി വരാവുന്നവരെ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന്. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ പ്ലസ് 79 സ്ക്വയർ. നമുക്കെപ്പോഴും ഈ ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമല്ലേ വേണ്ടത്. അപ്പോൾ ഈ ഒരു 79 സ്ക്വയർ ഇവിടെ ഒരു ബാധ്യതയല്ലേ, അതായത് എക്സ്ട്രാ അല്ലേ, ഒരു പ്ലസ് 79 സ്ക്വയർ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ എന്ത് വരും, ഒരു മൈനസ് 79 സ്ക്വയർ വരും. ഇനി അതിൻ്റെ യൂണിറ്റ് പ്ലേസ് ചെയ്താൽ പോരെ, ഈസി ആയിട്ട് കിട്ടില്ലേ. വേഗം ചെയ്യാം, നമുക്ക് സമയം കളയാനില്ല. ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ നോക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ലാസ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ആൻസർ ഓപ്ഷൻ എല്ലാം ഡിജിറ്റ് വ്യത്യാസമാണ്, യൂണിറ്റ് പ്ലേസ്. അപ്പോൾ നോക്കുന്നു, ഇവിടെ ഒരു ആദ്യം നമുക്ക് ഈ പോസിറ്റീവ് ഡിജിറ്റ് ചെയ്ത് നോക്കാം. ഒരു 172 സ്ക്വയർ ഉണ്ട്, നമുക്കൊരു 3 ഡിജിറ്റിൻ്റെ സ്ക്വയർ ഉണ്ട്. പക്ഷേ നമ്മൾ 3 ഡിജിറ്റിൻ്റെ സ്ക്വയർ ഒന്നും കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു 2ൻ്റെ സ്ക്വയർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. യൂണിറ്റ് പ്ലേസ് 2ൻ്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടും, 4 കിട്ടും. മൈനസ് 8ൻ്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടും, 64 കിട്ടും. അതും ഒരു 4 കിട്ടും. മൈനസ് ഒരു 8203, നമുക്ക് ലാസ്റ്റ് ഡേറ്റ് മാത്രം മതി, അതും ഒരു 3 കിട്ടും. മൈനസ് ഇനി ഒരു മൈനസ് കൂടി ഉണ്ട്, കാരണം ഇവിടെ എന്തായിരുന്നു, ഒരു പ്ലസ് 79 സ്ക്വയർ ഉണ്ടായിരുന്നു. ആ പ്ലസ് 79 സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും, ഒരു മൈനസ് 79 സ്ക്വയർ വരും. അങ്ങനെയാണെങ്കിൽ ഒരു മൈനസ് 79 സ്ക്വയറിൻ്റെ 9ൻ്റെ സ്ക്വയർ എത്ര വരും, 1 വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കാൽക്കുലേഷൻ. ജസ്റ്റ് ഒരു യൂണിറ്റ് പ്ലേസിൻ്റെ കാൽക്കുലേഷനേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ എന്തായിരുന്നു യൂണിറ്റ് പ്ലേസ് കാൽക്കുലേഷൻ, 4 - 4, 0, 0 - 3, -3, -3, -1, -4. നമുക്ക് ആൻസർ -4 എന്ന് കിട്ടി. നമുക്ക് എപ്പോഴെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവിൽ നമുക്ക് ആൻസർ കിട്ടാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ആൻസറൊക്കെ എന്തിലായിരുന്നു, പോസിറ്റീവ് ഡിജിറ്റിലായിരുന്നു. എങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ വന്നാൽ ആ നെഗറ്റീവ് മാറ്റം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ ഇത് ഒരു -4 അല്ല, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ കിട്ടിയ മൈനസ് ഒഴിവാക്കാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്തെടുക്കണം, ഒരു 10 കടമെടുക്കണം, ഒരു ഡിജിറ്റ് ഇപ്പുറത്തേക്ക് കടമെടുക്കണം. അപ്പോൾ 10 - 4 നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ ആയി എന്ന് വിചാരിക്കും. പക്ഷേ ഇതല്ല ഇതിൻ്റെ ആൻസർ. കാരണം നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ആയിരുന്നു. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല നമുക്ക് കണ്ടുപിടിക്കാൻ കിട്ടിയത്, ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്. ആലോചിച്ച് നോക്കിയേ, ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 എന്നാണ് തന്നത്. എങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇനി നമുക്ക് ലാസ്റ്റ് ഡേറ്റ് മാത്രമേ കിട്ടുള്ളൂ. എങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 6ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സാധാരണ ഇത് ലാസ്റ്റ് ഡേറ്റ് 6 അല്ലേ, ലാസ്റ്റ് 6ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, ലാസ്റ്റ് ഡേറ്റ് 6 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ അത് 4 or 6 കിട്ടും. ഒരു ലാസ്റ്റ് ഡേറ്റ് 6ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എയ്തർ ഒരു 4 അല്ലെങ്കിൽ ഒരു 6 കിട്ടും, ലാസ്റ്റ് ഡിജിറ്റ്. നമ്മൾ മുമ്പ് എപ്പോഴും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ചാൻസ് കൂടി, ഓപ്ഷൻ്റെ ചാൻസ് കൂടി. ഓപ്ഷൻ ലാസ്റ്റ് ഡിജിറ്റിന് 6 മാത്രം പോരാ, ഇവിടെ 4 ഇല്ല. അതായത് 4 വന്നാലോ 6 വന്നാലോ നമുക്കത് ആൻസറിലെത്തിക്കാം. കാരണം ഇവിടെ ഒരു 84 ഉണ്ടായിരുന്നിരിക്കട്ടെ, 84ൻ്റെ സ്ക്വയർ എടുത്താലോ 86ൻ്റെ സ്ക്വയർ എടുത്താലോ ആൻസറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കും, 6 ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക.
അപ്പോൾ നമുക്ക് നോക്കാം. ഇനി 4 ഉള്ള ആൻസർ ആയാലും 6 ഉള്ള ആൻസർ ആയാലും നമ്മുടെ ആൻസർ എത്തിക്കണം. നമ്മൾ ഓപ്ഷൻ നോക്കുന്നു, ഒരു 86 ഉണ്ട്, ഇനി 4ഓ 6ഓ വേറെ എങ്ങുമില്ല എങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? 86 തന്നെയായിരിക്കും. സപ്പോസ് ഇവിടെ ഒരു 94ഓ 84ഓ 96 ഒക്കെ ഉണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് വേറെ മെത്തേഡ് ഉണ്ട്, ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞിട്ട്. ആ മെത്തേഡ് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. തൽക്കാലം നമ്മൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. ഈ അവസാനം പറഞ്ഞ സ്റ്റെപ്പ് എന്തായിരുന്നു? നമുക്കൊരിക്കലും ഈ 6 അല്ല ഈ 6 ഓർത്ത് വെച്ചേക്കുക. നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ആയിരുന്നു ആൻസർ കിട്ടിയത് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ഒരു സ്ക്വയർ റൂട്ട് ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു 6ന് സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എയ്തർ ലാസ്റ്റ് ഡിജിറ്റ് 4 അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഡിജിറ്റ് 6. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷനിൽ 4ഓ 6ഓ ഉള്ളത് നമുക്ക് എന്താകാം? ആൻസർ ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് 6 മാത്രമേ ഉള്ളൂ, ആൻസർ എത്ര കിട്ടും? 86 കിട്ടും. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി, ഒരു 6ന് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. 4ന്റെ സ്ക്വയർ ഉണ്ടെങ്കിൽ 4ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ രീതിയിൽ എടുക്കാമായിരുന്നു. തൽക്കാലം നമുക്ക് ഇവിടെ എന്തേ ഉള്ളൂ? ഒരു 86 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് തന്നെ ഉറപ്പിക്കാം, എന്തായിരുന്നു? 86 ആണ് ഇതിൻ്റെ ആൻസർ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിൽ പോകാവൂ. യൂണിറ്റ് പ്ലേസ് മെത്തേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ആൻസറിൻ്റെ ഓപ്ഷൻ നോക്കണം. ആൻസർ ഓപ്ഷൻ ഡിഫറൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ഈ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ചെയ്യാവൂ, യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് ചെയ്യാവൂ. അതല്ല, ആൻസർ ഓപ്ഷൻ സെയിം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് വേറെ 2, 3, 4 മെത്തേഡുകളുണ്ട്. ഭാവിയിൽ ഞാനത് പറഞ്ഞു തരാം. തൽക്കാലം നമ്മളിവിടെ ഈ ഒരു ഇതിൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റാണ് പറയുന്നത്. എന്തുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങൾ ഈ ഒരു മെത്തേഡ് പഠിക്കൂ, ഉറപ്പായിട്ടും ഞാൻ ബാക്കിയുള്ള മെത്തേഡെല്ലാം ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു തരും, പേടിക്കേണ്ട. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ കാണാം. ശരി.